CPIM-ലെ കത്ത് വിവാദത്തിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയെന്ന് സൂചന. MV ഗോവിന്ദനെതിരെ കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾ ചരടുവലി ശക്തമാക്കുന്നതിന്റെ ഫലമാണ് തുടർച്ചയായ വിവാദങ്ങൾ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ MV ഗോവിന്ദന് കടുത്ത അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ പ്രതികരണം. വ്യവസായികളായ ഷർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ളത് തികച്ചും വ്യക്തിപരമായ പ്രശ്നങ്ങൾ. എന്നാൽ ഇത് CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോയെ തന്നെ ബാധിക്കുന്ന വിഷയമായി പൊടുന്നനെ മാറുകയായിരുന്നു. CPIM-ന്റെ UK ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളായ രാജേഷിനെതിരെ നേരത്തെ പാർട്ടി ചുമതലയിലുണ്ടായിരുന്ന അശോക് ധാവളയ്ക്കാണ് ഷർഷാദ് പരാതി നൽകിയത്. ഈ പരാതി രാജേഷ് കൃഷ്ണയ്ക്ക് ചോർന്നു കിട്ടിയെന്നും ഡൽഹി കോടതിയിൽ രാജേഷ് സമർപ്പിച്ച മാനനഷ്ട കേസിൽ അനുബന്ധ രേഖയായി സമർപ്പിച്ചെന്നും കാണിച്ച് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഷർഷാദ് മറ്റൊരു പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഷർഷാദ് തന്നെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ആ പരാതിയാണ് നിലവിലെ വിവാദങ്ങൾക്ക് അടിസ്ഥാനം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷർഷാദിനെ ഫോണിൽ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. MV ഗോവിന്ദനെതിരെ ആ പഴയ കത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ ഉയർന്ന ജ്യോത്സ്യൻ വിവാദത്തിന്റെ വഴിയും സമാനമായിരുന്നു. പയ്യന്നൂരിലെ മാധവ പൊതുവാളിനെ വ്യക്തിപരമായി കണ്ടത് പയ്യന്നൂരിലെ പ്രാദേശിക ഘടകത്തിൽ ചർച്ചയായിരുന്നു. ഇതാണ് പിന്നീട് സംസ്ഥാന സമിതിയിൽ വരെ എത്തിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ് വിഷയം ഉന്നയിച്ചത്. ഇത്തരത്തിൽ MV ഗോവിന്ദനെതിരെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കാൻ തന്നെയാണ് എതിർചേരിയുടെ നീക്കം. MV ഗോവിന്ദന് വിഷയത്തിലുള്ള കടുത്ത അതൃപ്തി ഇന്നത്തെ പ്രതികരണത്തിൽ വ്യക്തം. കത്ത് വിവാദത്തിൽ CPIM-ൽ നിന്ന് ആദ്യമായി പുറത്തുവന്ന പ്രതികരണം മന്ത്രി V ശിവൻകുട്ടിയുടേതാണ്. പാർട്ടിക്ക് പലതരത്തിലുള്ള കത്തുകൾ ലഭിക്കുമെന്നും അത് കൈകാര്യം ചെയ്യേണ്ടത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPIM-നെയും CPIM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. കത്ത് വിവാദത്തിൽ യാഥാർത്ഥ്യം എന്തെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം CPIM നേതാക്കൾക്കുണ്ടെന്നും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ CPIM തന്നെ തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ CPIM നേതൃത്വം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ മുൻകൈയെടുത്ത് ഈ വിവാദം, ഈ സംഭവം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത്. അത് തയ്യാറായില്ലെങ്കിൽ ഈ ഇടപാടുകളുടെ കറ അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സീനിയോറിറ്റി മറികടന്ന് MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഇനിയും അധികകാലം കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ ആകില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.